അപ്പോൾ നമ്മുടെ ഫണ്ടമെന്റൽസിന്റെ ഒന്നാമത്തെ സെഷനിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ നടത്തുന്ന ഈ സംരംഭം എന്ന് പറയുന്നത് പ്യൂർലി സർവീസ് ബേസിസിലാണ് നടത്തുന്നത്. നിങ്ങൾക്ക് സ്റ്റുഡൻസിന് ഒരു ഗുണം ഉണ്ടാവണം എന്നുള്ള അർത്ഥത്തിൽ ആണ് നടത്തുന്നത്. അപ്പോൾ അല്ലാതെ ഇതിനകത്ത് യാതൊരുവിധ മോണിറ്ററി ബെനിഫിറ്റ് ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. അത് ഞാനോ എൻ്റെ പരിചയത്തിലോ ഉള്ള ആരെങ്കിലും ലേറ്റർ പോയിന്റ് ഓഫ് ടൈമിൽ ആരെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട് മണി ട്രാൻസാക്ഷൻ ആവശ്യപ്പെടുകയാണെങ്കിൽ അത് നിങ്ങൾ എന്നെ നേരിട്ട് അറിയിക്കാം. ഇത്രയും പറഞ്ഞുകൊണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ ഫണ്ടമെന്റൽസ് എന്ന് നോക്കുന്നത്, ഫണ്ടമെന്റൽസിനകത്ത് ഏറ്റവും ഫണ്ടമെന്റലായിട്ട് നമുക്ക് പറയാനുള്ള സംഗതി ചാർജാണ്. ഇത് ഒരുപക്ഷെ നിങ്ങൾക്ക് 90% ഇന്ന് അറിയാവുന്ന സംഗതി ആയിരിക്കും, പക്ഷേ ദിസ് ഇസ് ജസ്റ്റ് എ ബ്രഷപ്പ് സെഷൻ, അങ്ങനെ കണ്ടാൽ മതി. അപ്പോൾ ചാർജ് എന്നൊരു കോൺസെപ്റ്റ് വളരെ ഫണ്ടമെന്റലായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. ചാർജ് എന്ന് പറയുന്നത് പിന്നെ എല്ലാ മെറ്റീരിയലിൻ്റെയും ബേസിക് നേച്ചറാണ്. അത് എല്ലാ മെറ്റീരിയൽസിനകത്തും ചാർജ് ഉണ്ട്. ചാർജ് ഒരു പക്ഷേ എന്താവില്ല, മാനിഫെസ്റ്റ് ചെയ്യില്ല. മാനിഫെസ്റ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ചാർജിന്റെ ഇഫക്റ്റ് പുറത്തേക്ക് വരണമെന്നില്ല. കാരണം എന്ന് വെച്ചാൽ സാധാരണ ബൈ ഡിഫോൾട്ട് മെറ്റീരിയൽസ് ആർ ചാർജ് ന്യൂട്രൽ. ഓക്കെ, നമുക്കറിയാം എല്ലാ മെറ്റീരിയൽസിനകത്തും ഇലക്ട്രോൺ പ്രോട്ടോണും ഉണ്ട്. നോർമൽ കേസിൽ, അയണൈസ്ഡ് അല്ലാത്ത കേസിൽ, ഇക്വിലിബ്രിയത്തിൽ, ഇക്വിലിബ്രിയം എന്ന് പറയുന്നില്ല, നോർമൽ കണ്ടീഷനിൽ ഇത് ചാർജ് ന്യൂട്രൽ ആയിട്ടായിരിക്കും. അതായത് ഒരു എക്സ് എന്ന് പറഞ്ഞൊരു മോളിക്യൂളിന്, മെറ്റീരിയലിന്, ഒരു ആറ്റത്തിന് n നമ്പർ ഓഫ് പോസിറ്റീവ് ചാർജസ് ഉണ്ടെങ്കിൽ n നമ്പർ ഓഫ് നെഗറ്റീവ് ചാർജസ് ഉണ്ടാവും. n പോസിറ്റീവ് ഉണ്ടാവും, n നെഗറ്റീവ് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ കമ്പൈൻ ചെയ്തിട്ട് ചാർജ് ന്യൂട്രൽ ആയിരിക്കും. ചാർജ് ന്യൂട്രൽ ആയിരിക്കും. അതാണ് എൻ്റെ ബേസിക് നേച്ചർ. ഇനി ചാർജ് എന്ന് പറയുന്നത് രണ്ട് ടൈപ്പ് ഉണ്ടാവും. ഞാൻ ഇപ്പോൾ പറഞ്ഞു, ഡിഫോൾട്ട് ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. ചാർജ് എന്ന് പറയുന്നത് പോസിറ്റീവ് ചാർജ് ഉണ്ട്, നെഗറ്റീവ് ചാർജ് ഉണ്ട്. അതിൽ നിങ്ങൾക്കറിയാം ലൈക്ക് ചാർജസ് റിപ്പൽ ചെയ്യും, അൺലൈക്ക് ചാർജസ് അട്രാക്ട് ചെയ്യും. അപ്പോൾ അത് ഞാൻ പറയുന്നില്ല. ഇനി ബേസിക്കായിട്ട് പിന്നെ ഒരു ഇലക്ട്രോണിൻ്റെ ചാർജാണ് ഒരു ഫണ്ടമെന്റൽ യൂണിറ്റ് ആയിട്ട് നമ്മൾ എടുക്കുന്നത്. 1 ഇലക്ട്രോണിൻ്റെ ചാർജാണ് നമ്മൾ എന്തായിട്ട് എടുക്കുന്നത്, ഒരു ഫണ്ടമെന്റൽ യൂണിറ്റ് ആയിട്ട് എടുക്കുന്നത് ചാർജിൻ്റെ. അതായത് 1.6 ഇൻറ്റു 10⁻⁻⁴ കൃത്യമായിട്ട് പറഞ്ഞാൽ 1.602192 ഇൻറ്റു 10⁻⁻⁹ കൂളംബാണ് ഒരു ഇലക്ട്രോണിൻ്റെ ചാർജ്. നമ്മൾ പ്രാക്ടിക്കൽ പർപ്പസിന് നമ്മൾ ഇതിനെ 1.6 ഇൻറ്റു 10⁻⁻⁹ എന്ന് എഴുതി തൃപ്തിപ്പെടും, കൂളംബ്. അപ്പോൾ നിങ്ങൾ കാര്യം ശ്രദ്ധിക്കണം, ചാർജിന്റെ യൂണിറ്റ് കൂളംബാണ്. നമ്മൾ കൂളംബ് എന്ന് എഴുതുന്ന സമയത്ത് ആക്ച്വലി ഈ സി സ്മോൾ ലെറ്റർ ആയിട്ടായിരിക്കും എഴുതുക. കൂളംബ് എന്ന് എഴുതുമ്പോൾ സി സ്മോൾ ലെറ്റർ ആയിട്ട് എഴുതുന്നത്. അതേപോലെ തന്നെ ഇപ്പം ഫാരഡ് എന്ന് എഴുതുന്ന സമയത്ത് യൂണിറ്റ് ആയിട്ട് എഴുതുമ്പോൾ ക്യാപിറ്റൽ എഫ് എഴുതില്ല, സ്മോൾ ലെറ്റർ ആണ് എഴുതുന്നത്. കാരണം പലപ്പോഴും യൂണിറ്റുകൾ എന്ന് പറയുന്നത് ഏതെങ്കിലും അതിന്റെ കൺസേൺഡ് സയന്റിസ്റ്റിനെ ഓണർ ചെയ്യാൻ വേണ്ടിയിട്ട് ആ സയന്റിസ്റ്റിന്റെ പേരായിരിക്കും നമ്മൾ ഇടുന്നത്. ഇപ്പൊ ടെസ്ല എന്ന് ഇടുകയാണെങ്കിൽ ടി സ്മോൾ ലെറ്റർ എഴുതുന്നതാണ് യൂണിറ്റിൽ എഴുതുമ്പോൾ ചെയ്യേണ്ടത്, അല്ലാതെ ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതരുത്. ടെസ്ല എന്ന് ഫുൾ എഴുതുമ്പോൾ, ടെസ്ല എന്ന് യൂണിറ്റ് ആയിട്ട് എഴുതുന്ന സമയത്ത് ക്യാപിറ്റൽ ലെറ്ററിൽ നമ്മൾ ഇടാറില്ല. അതേസമയം നമ്മളത് സ്മോൾ ലെറ്റർ ആയിട്ടുണ്ട്. അതേസമയം അതിനെ നമ്മൾ ഷോർട്ടൺ ചെയ്ത് ടെസ്ലയ്ക്ക് പകരം ടി എന്ന് എഴുതുമ്പോൾ ക്യാപിറ്റൽ ടി തന്നെ നമ്മൾ ഇടും. ഓക്കെ, അതൊന്ന് നോട്ട് ചെയ്തോണം. ഫണ്ടമെന്റൽ മിസ്റ്റേക്ക് ആണ് ആൾക്കാർ വരുത്തുന്നത്. അപ്പം ചാർജിന്റെ യൂണിറ്റ്, ബേസിക് യൂണിറ്റ് കൂളംബാണ്. ഒരു യൂണിറ്റ് ചാർജ് എന്ന് പറയുന്നത് 1.6 ഇൻറ്റു 10⁻⁻⁹ കൂളംബ്, ദാറ്റ് ഇസ് ഇൻ ഇലക്ട്രോൺ ചാർജ്. അതിനെ ഷോർട്ടൺ ചെയ്ത് നമ്മൾ വിളിക്കുന്ന ഒരു നൊട്ടേഷനാണ് ഇ. അപ്പം നാച്ചുറലി ഒരു കൂളംബ് ചാർജ് എന്ന് പറയുന്നത്, ഒരു കൂളംബ് ചാർജ്, 1 കൂളംബ് ചാർജ് എന്ന് പറയുന്നത് ഈക്വലൻ ടു 1/1.6 ഇൻറ്റു 10⁻⁻⁹ is equal to പിന്നെ 6.241 into 10⁻⁷.
അതായത് 6.241 into 10⁻17 നമ്പർ ഓഫ് ഇലക്ട്രോൺസിന്റെ ചാർജ് മൊത്തത്തിൽ ചേരുമ്പോൾ മാത്രമേ 1 കൂളംബ് ചാർജ് കിട്ടുള്ളൂ. 10⁻17 എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുന്നുണ്ടോ? 10⁻17 എന്ന് പറഞ്ഞാൽ 10⁻6 ആണ്. 10⁻6 ആണ് 10 ലക്ഷം. അതിന്റെ 10 ഇരട്ടി. 10 ലക്ഷത്തിന്റെ 10 ഇരട്ടി എന്ന് പറയുമ്പോൾ 1 കോടി. 1 കോടി ആകുമ്പോൾ 10⁻7 ആവുന്നുള്ളൂ. അതിനെയും 10⁻10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് 10⁻17 കിട്ടുന്നത്. സോ 1 കൂളം, even though we assume it to be a fundamental unit of charge, 1 coulomb of charge is a huge quantity, very huge quantity. അതുകൊണ്ട് പലപ്പോഴും 1 കൂളംബ് ചാർജ് നമ്മൾ എടുക്കാറില്ല. പിന്നെ ഇനി നമ്മൾ 1 കൂളംബ് ചാർജിനെ കുറിച്ച് കേൾക്കാൻ പോകുന്നത് 1 ആംപിയർ കറണ്ട് ഡിഫൈൻ ചെയ്യുന്ന സമയത്താണ് നമ്മൾ ഈ 1 കൂളംബ് ചാർജ് എടുക്കുന്നത്. അവിടെയും നമ്മൾ ഒരു പ്രിൻസിപ്പിളിന്റെ ഭാഗമായിട്ട് ഒരു യൂണിറ്റ് ഒരു ക്വാണ്ടിറ്റി ഡിഫൈൻ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് 1 കൂളംബ് ചാർജിനെ കുറിച്ച് പറയുന്നെങ്കിലും 1 കൂളംബ് ചാർജ് ആക്ച്വലി ഒരു വലിയ ചാർജാണ്. അത് പിന്നെ വലിയൊരു ക്വാണ്ടിറ്റി ആയതുകൊണ്ട് തന്നെ നമ്മൾ യൂഷ്വലി നമ്മൾ ഉപയോഗിക്കുന്നത് 1 മില്ലി കൂളംബ് തുടങ്ങിയ ചെറിയ യൂണിറ്റുകളായിരിക്കും. 1 മില്ലി കൂളംബ് എന്ന് പറയുമ്പോൾ -10⁻³ കൂളംബാണ്. 1 മൈക്രോ കൂളംബ് എന്ന് പറയുമ്പോൾ 10⁻⁻6 കൂളംബാണ്. അതുപോലെ 1 നാനോ കൂളംബ് എന്ന് പറയുമ്പോൾ 10⁻⁹ കൂളംബ് ആയിരിക്കും. 1 പൈക്കോ കൂളംബ് എന്ന് പറയുമ്പോൾ 10⁻⁻12 കൂളംബ് ആയിരിക്കും. അപ്പോൾ ഇതെല്ലാം നമ്മൾ പ്രാക്ടിക്കലി ഉപയോഗിക്കുന്ന ചാർജ് യൂണിറ്റുകളാണ്. പലപ്പോഴും മില്ലി കൂളംബ് നമ്മൾ ഉപയോഗിക്കില്ല. നമ്മൾ മൈക്രോ കൂളംബ് മുതൽ താഴോട്ടാണ് നമ്മൾ യൂഷ്വലി ഡീൽ ചെയ്യുന്ന സിറ്റുവേഷൻസ്. അപ്പൊ ഇതാണ് ബേസിക് ചാർജ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇനി എന്താണ് പറയാനുള്ളത്? അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു മെറ്റീരിയലിന്റെ നമ്മൾ കാണുന്ന ചാർജ് എന്ന് പറയുന്നത് ദാറ്റ് വിൽ ബി ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് ഇലക്ട്രോൺ ചാർജ്. ഇങ്ങനെ വരുവുള്ളൂ. അതായത് Q ഈസ് ഈക്വൽ ടു NE. N എന്ന് പറയുന്നത് എന്തായിരിക്കും? N ഒരു ഇൻറ്റിജർ ആയിരിക്കും. ഇന്റഗ്രൽ മൾട്ടിപ്പിൾസ് ആയിട്ട് മാത്രമേ നമുക്ക് ചാർജ് കാണാൻ സാധിക്കുകയുള്ളൂ. ശരിയല്ലേ? ഇതെന്താണ്? ചാർജ് ഓഫ് ഇലക്ട്രോൺ. ഓക്കെ, ഇതാണ് ഫണ്ടമെന്റൽ ആയിട്ടുള്ള ചാർജ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു മെറ്റീരിയലിൽ ചാർജ് ആഡ് ചെയ്യാനാണെങ്കിലോ ചാർജ് റിമൂവ് ചെയ്യാനാണെങ്കിലോ ഈ ഇലക്ട്രോൺ ചാർജസിന്റെ മൾട്ടിപ്പിൾസ് ആയിട്ട് മാത്രമേ പറ്റുള്ളൂ. അതായത് 10 ഇലക്ട്രോൺ ചാർജ് ആഡ് ചെയ്യുക, 10 ഇലക്ട്രോൺ ചാർജ് റിമൂവ് ചെയ്യുക, അങ്ങനെ പറ്റുള്ളൂ. അല്ലാതെ ഹാഫ് ഇലക്ട്രോൺ ചാർജ് എടുത്ത് മാറ്റുക എന്നൊരു കോൺസെപ്റ്റ് ഇല്ല. ഓക്കെ, പക്ഷേ ഇലക്ട്രോൺ ചാർജ് ഇറ്റ്സെൽഫ് വളരെ ചെറിയൊരു ക്വാണ്ടിറ്റി ആയതുകൊണ്ട്, അതായത് 10⁻⁹ ഓർഡർ ഓഫ് മാഗ്നിറ്റ്യൂഡ് ഉള്ള ഒരു വളരെ ചെറിയ ക്വാണ്ടിറ്റിയാണ് 1 ഇലക്ട്രോൺ ചാർജ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ 1 ഇലക്ട്രോൺ ചാർജ് ആഡ് ആവുന്നതോ അല്ലെങ്കിൽ റിമൂവ് ആവുന്നതോ നമ്മളെ സംബന്ധിച്ച് പ്രാക്ടിക്കലി സ്പീക്കിംഗ് അതൊരു കണ്ടിന്യൂസ് ചേഞ്ച് പോലെ നമുക്ക് ഫീൽ ചെയ്യും. ഓക്കെ, അതായത് വളരെ ഇൻഫിനിറ്റെസിമലി സ്മോൾ ആയിട്ടുള്ള പിക്സൽ സൈസ് പോലെയാണ് അത്. അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ സ്മൂത്ത് ആയിട്ട് ആഡ് ആവുന്ന, വളരെ സ്മൂത്ത് ആയിട്ട് റിമൂവ് ആവുന്ന എങ്കിൽ പോലും നമ്മൾ പിക്സലൈസ്ഡ് ആയിട്ട് ആഡ് ചെയ്യുന്ന റിമൂവ് ചെയ്യുന്നത് പോലെ തന്നെ ഒരു ഇലക്ട്രോൺ ചാർജ് ആഡ് ചെയ്യാനോ റിമൂവ് ചെയ്യാനോ മാത്രമേ നമുക്ക് പറ്റുള്ളൂ. അതിനേക്കാൾ ചെറിയ ഒരു ചാർജ് നമ്മൾ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. ഓക്കെ, ഇതാണ് ചാർജുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത്. പിന്നെ ഇനി എന്താ ഉള്ളത്? ഓക്കെ, ഇനി നമുക്ക് പറയാനുള്ളത് കൂളംസ് ലോ ഉണ്ട്. കൂളംസ് ലോ എന്ന് പറയുന്നത് നിങ്ങളുടെ കയ്യിൽ ഒരു ചാർജ് Q1 കൂളംബ്, ഞാൻ പറയുന്നില്ല സെപ്പറേറ്റ്, Q1 കൂളംബും Q2 കൂളംബ് ചാർജ് ഉണ്ടെങ്കിൽ ഈ രണ്ട് ചാർജസും തമ്മിൽ അട്രാക്ഷൻ അല്ലെങ്കിൽ റിപ്പൾഷൻ ഫോഴ്സ് ഉണ്ടാവും. അട്രാക്ഷൻ ഫോഴ്സ് പ്രൊവൈഡഡ് ദേ ആർ അൺലൈക്ക് ചാർജസ്. പോസിറ്റീവ് നെഗറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ് പോസിറ്റീവ് ആണെങ്കിൽ ദേ വിൽ അട്രാക്ട്. അതല്ല, ഇഫ് ബോത്ത് ആർ പോസിറ്റീവ് ഓർ ഇഫ് ബോത്ത് ആർ നെഗറ്റീവ്, അത് ദേ വിൽ റിപ്പൽ. അപ്പോൾ മേ ബി റിപ്പൾഷൻ ഓർ അട്രാക്ഷൻ ഫോഴ്സ്, ഈ രണ്ട് ചാർജുകൾ തമ്മിലുള്ള ഫോഴ്സ്
given by the Coulomb's law. അപ്പം അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് is given by F is equal to K times magnitude of Q1 magnitude of Q2 divided by R square. Okay. ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ആണ് പറയുന്നത്, മാഗ്നിറ്റ്യൂഡ് മാത്രമാണ് പറയുന്നത്. എന്തായാലും ഫോഴ്സ് എന്ന് പറയുന്ന ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആണ്. ഇതിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇപ്പം അസ്യൂമിങ് Q1 is fixed, Q2 will be in this feeling a force in this direction if both are like charges. അതല്ല, if both are unlike charges, ഒരെണ്ണം Q1 ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ Q2 will be feeling a attraction force. ഓക്കെ, അപ്പോൾ അത് രണ്ടും തമ്മിൽ അത് ഏത് ഡയറക്ഷനിലാണ് അത് ആക്ട് ചെയ്യുന്നത്? ഇറ്റ് ആക്ട്സ് അലോങ് ദ ലൈൻ ചരിഞ്ഞു പോകുന്നല്ലോ, ഒരു സെക്കൻഡ്. അതിൻ്റെ ലൈൻ ഓഫ് ആക്ഷൻ എന്ന് പറയുന്നത് ഈ രണ്ട് ചാർജുകളും കൂടെ പാസ് ചെയ്ത് പോകുന്ന ലൈനിലാണ് അത് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഒന്നുകിൽ അട്രാക്ഷൻ ഫോഴ്സ് ആയിരിക്കും, അല്ലെങ്കിൽ റിപ്പൾഷൻ ഫോഴ്സ് ആയിരിക്കും. അല്ലെങ്കിൽ once Q1 is fixed at its position, Q2 will be feeling a force away from Q1, or it may be feeling a force towards Q1, depending on whether Q2 is having a charge which is like in polarity with Q1 or unlike in polarity with Q1. പോസിറ്റീവ് ആണെങ്കിൽ റിപ്പൽ ചെയ്യും, പോസിറ്റീവ് നെഗറ്റീവ് ആണെങ്കിൽ അട്രാക്ട് ചെയ്യും. ഇപ്പോൾ ഈ രീതിയിൽ ഒരു ഫോഴ്സ് ഫീൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഫോഴ്സ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനെ എന്തോ പറയും? ഇതിന്റെ യൂണിറ്റ് എന്തോ പറയും? അതെന്തായിരിക്കും? അത് ന്യൂട്ടൺ ആയിരിക്കും. ന്യൂട്ടൺ, അതാണ് ഫീൽ ചെയ്യുന്ന ഫോഴ്സ്. അപ്പോൾ ഞാൻ ഇതിന്റെ വെക്ടർ, അപ്പം എഫ് ഒരു വെക്ടർ ക്വാണ്ടിറ്റിയാണ്, ഞാൻ അതിന്റെ മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഇവിടെ എഴുതിയിട്ടുള്ളൂ. ഇനി എന്താണ് കെ? കെ, ഇഫ് ഇറ്റ് ഈസ് ഫ്രീ സ്പേസ്, ഇറ്റ് ഈസ് ഗിവൺ ബൈ 1/4πε0. അല്ലെങ്കിൽ ന്യൂമറിക്കലി 8.9, റഫ്ലി ഇറ്റ് ഈസ് 9 × 10⁹. ഓക്കെ, 9 × 10⁹. യൂണിറ്റ് ആർക്ക് പറയാം? യൂണിറ്റ് ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ ബൈ കൂളം സ്ക്വയർ. ഇത് എവിടെ നിന്ന് കിട്ടി? ഇതൊരു പ്രത്യേക യൂണിറ്റ് ആണല്ലോ. ഇത് എവിടെ നിന്ന് കിട്ടി? ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കൂളം സ്ക്വയർ എന്നുള്ളതാണ് കെയുടെ യൂണിറ്റ്. എന്തുകൊണ്ട് അത് കിട്ടണം? എന്തുകൊണ്ട് യൂണിറ്റ് കിട്ടണം? കാരണം നമുക്കറിയാം ഈ ഇക്വേഷനെ നമ്മൾ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ഡയമെൻഷൻസ് മാത്രം എഴുതി ഇക്വേറ്റ് ചെയ്താൽ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് കിട്ടാനുള്ള ന്യൂട്ടൺ ആണ്, റൈറ്റ് സൈഡിൽ കിട്ടാനുള്ളത് കെ അവിടെ നിൽക്കട്ടെ, അതിന്റെ യൂണിറ്റ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. പിന്നെ എന്നുള്ള Q1-ൻ്റെത് കൂളമ്പാണ്, Q1 Q2 കൂളമ്പാണ്, ഡിവൈഡഡ് ബൈ R എന്ന് പറയുന്ന മീറ്റർ ആണ്. അപ്പം R സ്ക്വയർ എന്ന് പറയുന്നത് മീറ്റർ സ്ക്വയർ ആയിരിക്കും. അതുകൊണ്ട് തന്നെ കെയുടെ യൂണിറ്റ് ഷുഡ് കം ആസ് ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ. ഓക്കെ, ഇത് വളരെ വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. എന്താണ് പ്രധാനപ്പെട്ട സംഗതി? ഈ കെയുടെ യൂണിറ്റ് ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കൂളം സ്ക്വയർ ആണെന്ന് കാണാൻ പിടിക്കലല്ല അതിൻ്റെ പ്രധാനപ്പെട്ട സംഗതി. ഞാൻ എന്തിന് ഈ ഒരു എക്സസൈസ് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഏറ്റവും പ്രധാനമായിട്ട് ഫണ്ടമെന്റൽസ് ക്ലിയർ ആക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞു. അതോടൊപ്പം തന്നെ അതിൻ്റെ യൂണിറ്റും ഡയമെൻഷനും പ്രോപ്പറായിട്ട് മനസ്സിലാക്കിയിരിക്കുക എന്നുള്ളതാണ്. പുതിയ ക്വാണ്ടിറ്റി പഠിക്കുമ്പോൾ ആദ്യം അതിനെക്കുറിച്ച് ഡെഫിനേഷൻ എന്താണ്, അതിൻ്റെ പ്രോപ്പർട്ടീസ് എന്താണ് എന്ന് ചോദിക്കുന്നതോടൊപ്പം തന്നെ അതിൻ്റെ യൂണിറ്റ് എന്താണ് എന്ന് കൃത്യമായിട്ട് ചോദിച്ചോണം. യൂണിറ്റ് ചോദിക്കണം, അത് എഴുതി വെക്കണം. ഒരു നോൺ ക്വാണ്ടിറ്റിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടായിരിക്കും അൺനോൺ ക്വാണ്ടിറ്റി പഠിക്കും. അപ്പോൾ ഈ നോൺ ക്വാണ്ടിറ്റിയുടെ യൂണിറ്റ്സുമായിട്ട് അത് പുതിയ ന്യൂലി റിലേറ്റ് ചെയ്തിരിക്കുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇതിൻ്റെ ഗുണം വരാൻ പോകുന്നത്, ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിൽ ഒരു ചോദ്യം നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു ഫോർമുല മറന്നുപോയി, അതിനകത്ത് ഇപ്പം ഫോർ എക്സാമ്പിൾ നിങ്ങൾക്കൊരു ഇക്വേഷൻ നിങ്ങൾ മറന്നുപോയി. ഇപ്പം A = B/C ആണോ, A = B⁻C ആണോ
എ ഈക്വൽ ടു ബി ഇൻറ്റു സി ആണോ എന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ആകെ അറിയാവുന്നുള്ളത് എയുടെ യൂണിറ്റ് ആണെങ്കിൽ, എയുടെ യൂണിറ്റും ബിയുടെ യൂണിറ്റും സിയുടെ യൂണിറ്റും അറിയാമെങ്കിൽ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഈ ഇക്വേഷൻ എ ഈക്വൽ ടു ബി സി ആണെന്ന് നിങ്ങൾക്ക് എത്താം, അല്ലെങ്കിൽ എ ഈക്വൽ ബി റേസ് ടു സി ആണെന്ന്. അപ്പം നിങ്ങൾക്ക് ആ രീതിയിൽ പിന്നെ നോൺ ക്വാണ്ടിറ്റീസ് ഉപയോഗിച്ച് അൺനോൺ ഫോർമുല വരെ നിങ്ങൾക്ക് പലപ്പോഴും ഗസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് പലപ്പോഴും യൂസ്ഫുൾ ആണത് പിടികിട്ടുന്നത്. ഇവർ തമ്മിൽ ബന്ധമുണ്ടെന്ന് മാത്രമേ നമുക്ക് ഓർമ്മ ഉണ്ടാവുള്ളൂ. പക്ഷേ ഇവർ തമ്മിലുള്ള ബന്ധം എങ്ങനെയാണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാന്നുണ്ടെങ്കിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പോകുന്നത് യൂണിറ്റ്സ് ആൻഡ് ഡയമെൻഷൻസ് ആണ്. ഇത് ഒരിക്കലും മറന്നു പോകാൻ പാടുള്ള സംഗതിയാണ്. ഒരുപക്ഷെ ഞാൻ ഇനി ഇത് റിപ്പീറ്റ് ചെയ്യുന്നു വരില്ല, പക്ഷേ വിൽ ബി ഗിവിംഗ് ഇമ്പോർട്ടൻസ് ടു യൂണിറ്റ്സ് ഓഫ് ഓൾ ന്യൂലി ഡിഫൈൻഡ് ക്വാണ്ടിറ്റീസ്. യൂണിറ്റ്സ് ആൻഡ് ഡയമെൻഷൻസ് വേറൊരു ഗുണം വരുന്നത്, നിങ്ങൾ ഒരു പ്രോബ്ലം ചെയ്തു, നിങ്ങൾക്ക് ഒരു ഉത്തരം കിട്ടി. ഈ കിട്ടിയ ഉത്തരം ശരിയാണോ ഇല്ലയോ എന്ന് ക്രോസ് ചെക്ക് ചെയ്യണമെങ്കിൽ, വെരിഫൈ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സാനിറ്റി ചെക്ക് എന്ന് പറയുന്നത് ഈ യൂണിറ്റ്സ് വെച്ചിട്ടുള്ള ചെക്കാണ്. അപ്പം യൂണിറ്റ്സുമായിട്ട് അത് കൺസിസ്റ്റന്റ് ആയിട്ട് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യു ക്യാൻ ബി പ്രെറ്റി ഷുവർ ദാറ്റ് യുവർ റിസൾട്ട് ഈസ് കറക്റ്റ്. ഞാൻ ഉദ്ദേശിച്ച ന്യൂമറിക്കൽ വാല്യൂ അല്ല, നിങ്ങളുടെ സബ്സ്റ്റിറ്റ്യൂഷൻ കറക്റ്റ് ആണോ എന്നൊക്കെ ഉള്ളത് നിങ്ങൾക്ക് ഒരു ധാരണ കിട്ടാനായിട്ട് പലപ്പോഴും നിങ്ങൾക്ക് യൂണിറ്റ്സ് ആൻഡ് ഡയമെൻഷൻസ് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അതൊരിക്കലും മറന്നു പോകരുത്. അപ്പോൾ എപ്സിലോൺ എന്താണ്? എപ്സിലോൺ എന്തായിരുന്നു? എപ്സിലോൺ എന്ന് പറയുന്നത് പെർമിറ്റിവിറ്റി ആണ്, പെർമിറ്റിവിറ്റി ഓഫ് ദി ഗിവൺ മീഡിയ. എപ്സിലോൺ എന്ന് പറയുന്നത് എപ്സിലോൺ 0 എപ്സിലോൺ r ആണ്. ഇഫ് ഇറ്റ് ഈസ് എ ഫ്രീ സ്പേസ്, എപ്സിലോൺ r becomes 1. എപ്സിലോൺ r 1 ആയിട്ട് വരും. ആ സമയത്ത് എപ്സിലോൺ 0 എന്ന് പറയുന്നത് എന്താണ്? പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ്. എന്താണ് പെർമിറ്റിവിറ്റി, അതിന്റെ യൂണിറ്റ് എന്തുവാന്നുള്ളത് നമ്മൾ ഡിസ്കഷനിലോട്ട് പിന്നെ എടുക്കും. തൽക്കാലം നമ്മൾ അതിനകത്തോട്ട് ഒത്തിരി കടക്കുന്നില്ല. നമ്മളുടെ ഇന്നത്തെ സ്കോപ്പ് എന്ന് പറയുന്നത് ഫണ്ടമെന്റൽസിൽ നിൽക്കലാണ്. അപ്പോൾ അതുകൊണ്ട് അതിലോട്ട് നമ്മൾ പോകുന്നില്ല. അപ്പം എഫ് എന്ന് പറയുന്ന ഒരു എഫ് എന്ന് പറയുന്ന ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആണ്. എഫ് എന്ന് പറയുന്നത് ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആണ് എന്ന് നമ്മൾ പറഞ്ഞു. പിന്നെ ഇനി അത് കഴിഞ്ഞ് നമ്മൾ വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഇലക്ട്രിക് ഫീൽഡ്. അപ്പോൾ എന്താണ് ഇലക്ട്രിക് ഫീൽഡ്? നമ്മൾ പറഞ്ഞു നമ്മുടെ കയ്യിൽ ഒരു ക്യൂ എന്ന് പറഞ്ഞൊരു ചാർജ് ഇരിപ്പുണ്ടെന്ന് ഇരിക്കട്ടെ. ക്യൂ എന്നൊരു ചാർജ് നിങ്ങളുടെ കയ്യിൽ ഇരിപ്പുണ്ട്. ഈ ക്യൂ എന്നൊരു ചാർജ് ഓക്കെ, അതവിടെ നിർത്തി. നിങ്ങളുടെ കയ്യിൽ വേറൊരു ചാർജ് ഉണ്ട്. യു ഹാവ് അനദർ ചാർജ്, മേ ബി ഓഫ് ഡിഫറെൻറ്റ് മാഗ്നിറ്റ്യൂഡ്. അപ്പം ഈ ക്യൂ എന്നുള്ള ക്യാപിറ്റൽ ക്യൂവും ഈ സ്മോൾ ക്യൂവും തമ്മിൽ സം സെപ്പറേഷൻ ഇസ് ദെയർ. നമ്മൾ അതിന് R എന്ന് മാർക്ക് ചെയ്തു. അപ്പോൾ എന്തായിരിക്കും ഇവർ തമ്മിലുള്ള ഫോഴ്സ്? 1 ഫ്രീ സ്പേസ് ആണെന്ന് കരുതുക. 1/4πε0 Q ഡിവൈഡ് ബൈ R² എന്ന് പറഞ്ഞ ഒരു ഫോഴ്സ് ക്യൂവിന് ഫീൽ ചെയ്യുന്നുണ്ട്. ഇത് small q is feeling a force of 1/4πε0 Q/R². And also the larger force, the larger charge Q, അതും the same magnitude of force experience ചെയ്യുന്നുണ്ട്, 1/4πε0 Q/R². അത് നിങ്ങൾ ശ്രദ്ധിച്ചോണം കേട്ടോ. രണ്ട് ചാർജുകളുണ്ട്, രണ്ട് ചാർജുകൾ തമ്മിൽ ഒരു അട്രാക്റ്റീവ് ഫോഴ്സ്, റിപ്പൾസീവ് ഫോഴ്സ് ഉണ്ട് എങ്കിൽ അതിനകത്ത് പിന്നെ ചെറിയ ചാർജിന് കൂടുതൽ ഫോഴ്സും വലിയ ചാർജിന് കുറവ് ഫോഴ്സും അങ്ങനെയല്ല ഫീൽ ചെയ്യുന്നത്. ഈവൻ ദോ ചെറിയ ചാർജും വലിയ ചാർജും ഉണ്ടെങ്കിലും രണ്ടുപേരും ഫീൽ ചെയ്യുന്ന ഫോഴ്സിന്റെ മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്. അതൊരു തെറ്റിദ്ധാരണ മനസ്സിലുണ്ടാവരുത്. കാരണം ഞാൻ ഒരിക്കലും അങ്ങനെ പറഞ്ഞിട്ടില്ല, വലിയ ചാർജ് മാത്രമേ ഇങ്ങനെ ഫോഴ്സ് ഫീൽ ചെയ്യുള്ളൂ ഒന്നും പറഞ്ഞിട്ടില്ല. ബോത്ത് ദ ചാർജസ് ഫീൽ ദ സെയിം ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഓർ റിപ്പൾഷൻ വിച്ച് ഇസ് ഗിവൺ ബൈ 1/4πε0 Q/R². ശരി, അതൊക്കെ മനസ്സിലായി. ഇനി ഞാൻ ഈ ചാർജ് എടുത്ത് മാറ്റിന്നിരിക്കട്ടെ. അസ്യൂം ഞാൻ ഈ ചാർജ് മാറ്റി. ഓക്കെ, ഇപ്പൊ ആരേ ഉള്ളൂ? ആ വലിയ ചാർജ് Q മാത്രമേ ഉള്ളൂ. അപ്പൊ നേരത്തെ ആ ചെറിയ ചാർജ് ഇരുന്ന ആ സ്പോട്ടിൽ ഒന്നുമില്ലേ? ഇപ്പോൾ ചാർജ് അവിടെ നിന്നെടുത്ത് മാറ്റി, പക്ഷേ ചാർജ് ഇനി അവിടെ കൊണ്ട് വയ്ക്കുമ്പോഴും again you will be feeling, or the charge will be feeling the same force. അപ്പൊ അതിനർത്ഥം whether the smaller charge is there or not, അവിടെ അത് ഉണ്ടെങ്കിലും ശരി ഇല്ലെങ്കിലും ശരി ആ പർട്ടിക്കുലർ പോയിന്റിൽ എന്തോ ഉണ്ട്, ശരിയല്ലേ? which is called, even though it is not visible,
വിസിബിൾ അല്ലെങ്കിലും സംതിങ് ഈസ് ദെയർ ആൻഡ് ദാറ്റ് സംതിങ് ഈസ് കോൾഡ് ദ ഫീൽഡ്. ശരിയല്ലേ? അതായത് ഒരു പോസിറ്റീവ് ചാർജ് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ around that positive charge some phenomenon is there which is called the field. പോസിറ്റീവ് ചാർജിൽ നിന്ന് ഏതൊരു പോയിന്റ് എടുത്താലും നിങ്ങൾ എടുത്താലും അവിടെ ഒരു ഫീൽഡ് ഉണ്ട്, ഫീൽഡ് ഫോഴ്സ് ഫീൽ ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അതിനർത്ഥം അതുകൊണ്ടാണ്, ആൻഡ് ഡ്യൂ ടു ദിസ് ഫീൽഡ്, ഈ ഫീൽഡ് കാരണമാണ് എന്ത് ചെയ്യുന്നത്, when you place a test positive charge at some distance or the test charge feels a force. ഫീൽഡ് എന്ന് പറയുന്നത് ഒരു ജനറൽ ടേം ആണ്. ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ ഇൻഫ്ലുവൻസ് എക്സിസ്റ്റ് ചെയ്യുന്ന സ്ഥലത്തിനാണ് നമ്മൾ ഫീൽഡ് എന്ന് പറയുന്നത്. ഞാൻ മാത്തമാറ്റിക്കൽ ഡെഫിനിഷൻ അല്ല പറയുന്നത്, നിങ്ങളുടെ ഒരു ക്വാളിറ്റേറ്റീവ് ഡെഫിനിഷൻ ആണ് പറയുന്നത്. അതായത് നമുക്കൊരു ഏരിയ എടുത്തിട്ട് അതിനെ ടെമ്പറേച്ചർ ഫീൽഡ് എന്ന് വേണമെങ്കിൽ പറയാം. ടെമ്പറേച്ചർ എക്സിസ്റ്റ് ചെയ്യും, നമ്മൾ ഡിഫൈൻ ചെയ്യും, നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന ടെമ്പറേച്ചർ ആണെങ്കിൽ ഒരു പർട്ടിക്കുലർ ലൊക്കേഷനകത്ത് ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ ഉണ്ട്, വേറെ പർട്ടിക്കുലർ ലൊക്കേഷനിൽ വേറെ ടെമ്പറേച്ചർ ഉണ്ട്, വേറൊരു പോയിന്റിൽ വേറെ ടെമ്പറേച്ചർ ഉണ്ട്, വേറൊരു പോയിന്റിൽ വേറെ ടെമ്പറേച്ചർ. അപ്പൊ നമുക്ക് എന്തൊരു ടെമ്പറേച്ചറിന്റെ ഫീൽഡ് ആണെന്ന് വേണമെങ്കിൽ പറയാം. ശരിയല്ലേ? അതേസമയം പിന്നെ ഫോഴ്സ് ഫീൽ ചെയ്യുന്നുണ്ട്. നമ്മൾ എന്തോ ഒരു ഫോഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു സ്ഥലത്ത് എവിടെ ചെന്ന് നോക്കിയാൽ ആ ഫോഴ്സിന്റെ ഒരു ഫീൽ നമുക്ക് കിട്ടും. അതിന് നമുക്ക് ഫോഴ്സിന്റെ ഫീൽഡ് എന്ന് പറയാം. പിടി കിട്ടുന്നുണ്ടല്ലോ? അപ്പം ഫീൽഡ് എന്ന് പറയുന്നത് ഒരു ജനറൽ ടേം ആണ്. നമ്മളിപ്പോൾ സംസാരിക്കുന്നത് ഇലക്ട്രിക് ഫീൽഡിനെ കുറിച്ചാണ്. കൃത്യമായിട്ട് പറഞ്ഞ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡിനെ കുറിച്ചാണ് പറയുന്നത്. അതായത് മൂവ് ചെയ്യാത്ത ഒരു പോസിറ്റീവ് ചാർജ് വെച്ചാൽ അത് കാരണമുണ്ടാകുന്ന ഫീൽഡാണ് നമ്മൾ സംസാരിക്കുന്നത്. സോ ഇറ്റ് ഈസ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ്. അല്ലാതെ ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് ആണെന്ന് മാത്രം കരുതരുത്. പക്ഷെ ഫീൽഡ് എന്ന് പറയുന്ന സാധനം ഇറ്റ് ക്യാൻ ബി ഐദർ എ വെക്ടർ ഫീൽഡ് ഓർ എ സ്കെയിലാർ ഫീൽഡ്. വെക്ടർ ഫീൽഡ് ആവാം, സ്കെയിലാർ ഫീൽഡ് ആവാം. ഇപ്പൊ തൊട്ടുമ്പ് വെക്ടർ ഫീൽഡിന്റെ എക്സാമ്പിൾ ഇപ്പൊ നമ്മൾ ഈ പറയുന്ന ഈ ഫീൽഡ് തന്നെയാണ്. ഇലക്ട്രിക് ഫീൽഡ് ഒരു വെക്ടർ ഫീൽഡ് ആണ്. അല്ലെങ്കിൽ സ്കെയിലാർ ഫീൽഡിന് എന്ത് പറയാം, ടെമ്പറേച്ചർ ഉള്ള ഒരു. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു പർട്ടിക്കുലർ ലൊക്കേഷനിൽ ആ ഫീൽഡിന്റെ ക്വാണ്ടിറ്റി മെഷർ ചെയ്താൽ സ്കെയിലാർ വാല്യൂ ആണ് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ നമ്മൾ അതിനെ സ്കെയിലാർ ഫീൽഡ് എന്നും, നിങ്ങൾക്ക് ആ പർട്ടിക്കുലർ പോയിന്റ് കിട്ടുന്നത് ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആണെങ്കിൽ നിങ്ങൾ അതിനെ വെക്ടർ ഫീൽഡ് എന്നും പറയും. ഇത് ഇലക്ട്രിക് ഫീൽഡ് ഒരു വെക്ടർ ഫീൽഡാണ്. കാരണം നിങ്ങൾ ഇവിടെ ഒരു പോസിറ്റീവ് ടെസ്റ്റ് ചാർജ് വെച്ചിട്ട് നിങ്ങൾ ഇഫ് യു ട്രൈ ടു മെഷർ ദ ഇലക്ട്രിക് ഫീൽഡ്, that field will be having some magnitude and also direction which is away from this positive charge. അല്ലെ? ഡയറക്ഷൻ ഉണ്ടാവും. ഇനി അതേസമയം ഇതേ ക്യൂ തന്നെ നിങ്ങൾ ഇവിടെ വെച്ചിട്ടാണ് മെഷർ ചെയ്യുന്നതെങ്കിൽ the direction will be like this. അപ്പം ഓരോ പോയിന്റിലും ആ ഫീൽഡ് ക്വാണ്ടിറ്റിക്ക് ഒരു വാല്യൂ ഉണ്ട് which is the magnitude and also it is having a direction. അപ്പോൾ അതിന്റെ ഡയറക്ഷൻ ഉണ്ട്. അങ്ങനെയുള്ള ഫീൽഡുകളെ നമ്മൾ വെക്ടർ ഫീൽഡ് എന്ന് പറയും. അതേസമയം അതിന് ഡയറക്ഷൻ ഇല്ല, മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉള്ളെങ്കിൽ നമ്മൾ അതിനെ സ്കെയിലാർ ഫീൽഡ് എന്ന് പറയും. അപ്പം ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇലക്ട്രിക് ഫീൽഡിനെ കുറിച്ചാണ്. അപ്പൊ ഇലക്ട്രിക് ഫീൽഡ് എന്താണ്? ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് ഒരു ഗിവൺ പോയിന്റിൽ ഒരു പർട്ടിക്കുലർ ടെസ്റ്റ് പോസിറ്റീവ് ചാർജ് വെച്ച് കഴിഞ്ഞാൽ അതിലൊരു പർട്ടിക്കുലർ ഫോഴ്സ് ഫീൽ ചെയ്യുന്നുണ്ട്. ആ ടെസ്റ്റ് ചാർജ് ഇഫ് യു മേക്ക് ഇറ്റ് ടു എ യൂണിറ്റി ചാർജ്, നിങ്ങൾ അതിനെ യൂണിറ്റ് ചാർജ് ആക്കി മാറ്റിയാൽ ആ യൂണിറ്റ് ചാർജിന് ഫീൽ ചെയ്യുന്ന ഫോഴ്സ് ആണ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത്. നമ്മൾ കൂളംബിന്റെ ഫോഴ്സ് പഠിച്ചല്ലോ. ക്യാപിറ്റൽ ക്യൂ ഉണ്ട്, സ്മോൾ ക്യൂ ഉണ്ട്. ക്യാപിറ്റൽ ക്യൂ കാരണം സ്മോൾ ക്യൂവിൽ ഒരു ഫോഴ്സ് ഫീൽ ചെയ്യുന്നുണ്ട്. ആ സമയത്ത് ഞാൻ എന്ത് പറഞ്ഞില്ല, സ്മോൾ ക്യൂ യൂണിറ്റി ചാർജ് ആണെന്ന് പറഞ്ഞില്ല, ഞാനൊരു ടെസ്റ്റ് ചാർജ് എന്നേ പറഞ്ഞുള്ളൂ. ടെസ്റ്റ് ചാർജ് ക്യാൻ ബി എനിത്തിങ്. അതായത് ഇവിടെ വെച്ച ചാർജ് സോഴ്സ് ചാർജ് ആണ്. ദിസ് ഇസ് സോഴ്സ് ചാർജ്. ഇതാണ് സോഴ്സ് ചാർജ്, ഇതാണ് ടെസ്റ്റ് ചാർജ്. ഞാനൊരു സോഴ്സ് ചാർജ് ഉണ്ട്. ഈ സോഴ്സ് ചാർജ് കണ്ടുപിടിക്കാനായിട്ട് ഒരു ഡിസ്റ്റൻസിൽ മാറ്റി വെച്ച ചെറിയൊരു ചാർജ് അല്ലെങ്കിൽ മറ്റൊരു ചാർജ്, ചെറിയ ചാർജ് എന്ന് പോലും പറയുന്നില്ല, മറ്റൊരു ചാർജ് ക്യൂ ഉണ്ടെങ്കിൽ അതിന് ഞാൻ ടെസ്റ്റ് ചാർജ് എന്ന് പറയും.
പക്ഷെ ടെസ്റ്റ് ചാർജിന്റെ മാഗ്നിറ്റ്യൂഡ് യൂണിറ്റി ആണെന്ന് ഞാൻ പറഞ്ഞിരുന്നില്ല. വെൻ ഇറ്റ് ഈസ് യൂണിറ്റി, നമ്മൾ ആ ഫീൽഡിന് എന്തെന്ന് പറയാം, ആ ഫോഴ്സിനെ നമുക്ക് ഫീൽഡ് എന്ന് പറയാം. ഫീൽഡ് അറ്റ് എ പോയിന്റ് ഈസ് ദ ഫോഴ്സ് എന്ന് ഉദ്ദേശിച്ചത് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എക്സ്പീരിയൻസ് by a unit test charge kept at that point. Okay അല്ലേ? അതുകൊണ്ട് തന്നെ ഒരു പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡ് ഈ ആർ ആണെന്ന് ഞാൻ എഴുതിയാൽ ആ പോയിന്റിൽ ഒരു ചാർജ് ക്യൂ കൊണ്ടുവച്ചാൽ അതിന് ഫീൽ ചെയ്യുന്ന ഫോഴ്സ് എഫ് ആർ ആയിരിക്കും. അപ്പൊ ഇതിന്റെ യൂണിറ്റ് നോക്കിയാലോ, ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നമുക്ക് എന്താ വേണം? ഫോഴ്സ് വേണം, ന്യൂട്ടൺ വേണമല്ലോ. റൈറ്റ് ഹാൻഡ് സൈഡിൽ എന്തായിരിക്കും? ഇത് കൂളംബ് അല്ലേ? കൂളംബാണ്. അതുകൊണ്ട് തന്നെ ഈയുടെ യൂണിറ്റ് എന്തായിരിക്കണം? ന്യൂട്ടൺ പെർ കൂളംബ്. എങ്കിൽ മാത്രമേ നമുക്ക് ന്യൂട്ടൺ പെർ കൂളംബും കൂടെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് നമുക്ക് എന്ത് കിട്ടുള്ളൂ? ന്യൂട്ടൺ കിട്ടുള്ളൂ. ഇതിനെ നിങ്ങൾ സില്ലിയായിട്ട് എടുക്കരുത്. പെട്ടെന്ന് പരീക്ഷയ്ക്ക് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് ചോദിച്ചിട്ട് ന്യൂട്ടൺ പെർ കൂളം, ന്യൂട്ടൺ സ്ക്വയർ പെർ കൂളം എന്നൊക്കെ പറഞ്ഞ്, അല്ലെങ്കിൽ കൂളം പെർ ന്യൂട്ടൺ സ്ക്വയർ എന്നൊക്കെ പറഞ്ഞ് തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ രീതിയിൽ ശീലിച്ചിട്ടുണ്ടാവണം. യൂണിറ്റ്സ് ആൻഡ് ഡയമെൻഷൻസ് വെച്ച് ശീലിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പെട്ടെന്ന് ക്വിക്കായിട്ട് ഉത്തരത്തിലിട്ട് എത്താൻ പറ്റുള്ളൂ. അപ്പം പിന്നെ പലപ്പോഴും നമ്മൾ ചെയ്യുന്ന പരിപാടിയാണ്, ഈ യൂണിറ്റ്സ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ചോദിക്കുവാണെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് ഏതെങ്കിലും ഒരു ഇക്വേഷൻ എടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും റീഅറേഞ്ച് ചെയ്തിട്ടാണ് നമ്മളത് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നമുക്ക് പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് അത് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ വെറുതെ ഒന്ന് നോട്ട് ചെയ്യുന്നേ ഉള്ളൂ. ഇലക്ട്രിക് ഫീൽഡിന്റെ യൂണിറ്റ് ന്യൂട്ടൺ പെർ കൂളംബ്. ഇത് മാത്രമല്ല, വേറെ യൂണിറ്റ്സ് നമ്മുടെ കയ്യിൽ വരും, നമുക്ക് പിന്നീട് ഡിഫൈൻ ചെയ്യും. നമ്മൾ ഫോർമലി നമ്മൾ ഫീൽഡിനെ ഡിഫൈൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, field is defined as limit q tending to 0 f by q ആണ്. ഫോർമൽ ഡെഫിനിഷൻ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഞാനങ്ങ് പറഞ്ഞെങ്കിലും, ഫോർമൽ ഡെഫിനിഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് അറ്റ് സം പോയിന്റ് is given by the force experienced by a test charge which is infinitesimally small in magnitude. Okay, ഇപ്പൊ ശരിയായില്ലേ? കാരണം ഫോഴ്സ് ക്യൂ എത്രയാണോ സ്മോൾ ക്യൂ അത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യുക ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇഫക്റ്റീവ്ലി ഇത് യൂണിറ്റ് ചാർജ് എന്ന് വേണമെങ്കിൽ പറയാമെങ്കിലും, പക്ഷേ യൂണിറ്റ് ചാർജ് വെച്ച് യൂണിറ്റ് ചാർജ് നിങ്ങൾ ഓർക്കണം 1 കൂളംബ് ആണ്. 1 കൂളംബ് ഇറ്റ്സ് എ ഹ്യൂജ് ചാർജ്. ഓക്കെ, അപ്പൊ നമ്മൾ എന്തുകൊണ്ടും ചേഞ്ച് കഴിഞ്ഞാലും ഫോർമലി നമ്മൾ അതിനെ ഡിഫൈൻ ചെയ്യുന്ന സമയത്ത് ഇൻഫിനിറ്റെസിമലി സ്മോൾ ആയിട്ടുള്ള വളരെ ചെറിയൊരു മാഗ്നിറ്റ്യൂഡിലുള്ള ഒരു ടെസ്റ്റ് ചാർജ് എടുത്തിട്ട് ആ ടെസ്റ്റ് ചാർജിൽ എത്രത്തോളം ഫോഴ്സ് വില്ല. അപ്പം വളരെ ചെറിയ ചാർജ് ആണെങ്കിൽ എന്ത് ചെയ്യാണ്, അതിന് കാര്യമായിട്ട് അതൊരു വലിയ സോഴ്സ് ചാർജും വളരെ ഇൻഫിനിറ്റെസിമലി സ്മോൾ ആയിട്ടുള്ള മേ ബി ഒരു ഇലക്ട്രോൺ എടുത്ത് കുറച്ച് അങ്ങോട്ട് മാറ്റി വെച്ചാൽ ആ ഇലക്ട്രോണിന്റെ ഫോഴ്സ് കാരണം ഈ വലിയ സോഴ്സ് ചാർജിന് വലിയ മൂവ്മെന്റ് ഫീൽ ചെയ്യില്ല. അല്ലെങ്കിൽ ഫോഴ്സ് ഉണ്ടാവുമെങ്കിലും ഇറ്റ് ബീയിങ് എ ലാർജ് ക്വാണ്ടിറ്റി അതിന് ഡിസ്പ്ലേസ്മെന്റ് ചേഞ്ച് ഇൻ പൊസിഷൻ ഒന്നും ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് കുറച്ചുകൂടെ ഫോർമുല ആയിട്ടുള്ള ഒരു ഡെഫിനിഷൻ എന്ന് പറയുന്നത് field is defined as the limiting value of force experienced by a test charge where the magnitude of test charge kept very small. ഇനി ഇവിടെ നിന്ന് നമ്മൾ അടുത്ത പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റിലോട്ട് പോവാണ്. മേ ബി ഇന്നത്തെ ലാസ്റ്റ് ഐഡിയയാണ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ. നമുക്ക് നമുക്ക് ഗ്രാവിറ്റി ഫീൽഡ് അറിയാം അല്ലേ? ഗ്രാവിറ്റി ഫീൽഡ് നിങ്ങൾ ഇവിടെ ഒരു ഒബ്ജക്റ്റ് വെച്ചു, ഗ്രാവിറ്റി അതിനെ പുൾ ഡൗൺ ചെയ്തു. അപ്പം ഈ ബോഡി ഇവിടെ എത്തി. നിങ്ങൾ എന്ത് ചെയ്യാണ്, ഇതിനെ ഒരു ടേബിൾ ഇവിടെ വെച്ചിട്ട് പൊക്കിയെടുത്ത് പ്ലീസ്
നോട്ട് ദ ഫ്രേസ്, പൊക്കിയെടുത്ത്. ആര് പൊക്കിയെടുത്തു? നിങ്ങൾ പൊക്കിയെടുത്തു. നിങ്ങളതെടുത്ത് ഇവിടെ പ്ലേസ് ചെയ്തു. നിങ്ങളതെടുത്ത് മേശപ്പുറത്തേക്ക് പ്ലേസ് ചെയ്തു. വേർ ദ ഹൈറ്റ് ഓഫ് ദ ടേബിൾ ഈസ് h. ഇപ്പം അത് മേശപ്പുറത്തിരിപ്പുണ്ട്. എപ്പോഴാണോ നിങ്ങളതിനെ തള്ളി ഇങ്ങോട്ട് ഇടുന്നത്, ദാറ്റ് വിൽ fall down with a velocity back to ground. ശരിയല്ലേ? ഇനി അതേസമയം നിങ്ങൾ വളരെ പൊങ്ങി ഒരു കെട്ടിടത്തിന്റെ മുകളിലോട്ടാണ് എടുത്ത് വെക്കുന്നതെന്നുണ്ടെങ്കിൽ തിരിച്ചു വരുമ്പോൾ അതിന്റെ വെലോസിറ്റിയും വളരെ കൂടുതലായിരിക്കും. ജസ്റ്റ് ബിഫോർ ടച്ചിങ് ദി ഗ്രൗണ്ട് അതിന്റെ വെലോസിറ്റിയും വളരെ കൂടുതലായിരിക്കും. ഇനി മറ്റൊരു എക്സാമ്പിളൂടെ ഞാൻ പറയാം. ഒരു സ്പ്രിങ് നിങ്ങളുടെ കയ്യിലുണ്ട് എന്നിരിക്കട്ടെ. ഒരു വുഡൻ ബ്ലോക്കോ മറ്റോ ഇതിന്റെ മുകളിൽ വെച്ചു. ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്, ആ പ്ലാറ്റ്ഫോമിൽ ഒരു വുഡൻ ബ്ലോക്ക് വെച്ചു. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്തു? യു ആർ പ്രസ്സിങ് ഇറ്റ് ടു സ്ട്രെയിൻ ദ സ്പ്രിങ്. ഫൈനലി ഇങ്ങനായി. ഓക്കെ, നിങ്ങൾ പിടിച്ചുകൊണ്ട് നിൽപ്പുണ്ട്. വെൻ യു റിലീസ് ഇറ്റ്, റിലീസ് ചെയ്യുന്ന സമയത്ത് ഇത് റീകോയിൽ ചെയ്യും അല്ലേ? ഈ സ്പ്രിങ് തിരിച്ചു ചാടും. അപ്പോൾ ഈ സ്പ്രിങ്ങിൻ്റെ കേസിലായാലും ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൻ്റെ കേസിലായാലും നിങ്ങൾ കണ്ടത്, ഇപ്പോൾ ഗ്രാവിറ്റിയുടെ കേസിൽ, ഗ്രാവിറ്റി എന്ന് പറയുന്നത് ഒരു ഫീൽഡാണ്. അത് നേരത്തെ പറഞ്ഞ മറ്റൊരു എക്സാമ്പിളാണ്. ഗ്രാവിറ്റി എന്ന് പറയുന്നത് ഒരു ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൻ്റെ ഒരു ഫീൽഡുണ്ട്. ഓക്കെ, എന്തുകൊണ്ടാണ്? കാരണം നിങ്ങൾ ഭൂമിയുടെ മുകളിൽ അല്ലെങ്കിൽ താഴെ എവിടെയാണെന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ ആ പർട്ടിക്കുലർ പോയിന്റിൽ ഒരു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അതിന് ആ പോയിന്റിൽ എക്സേർട്ട് ചെയ്യുന്നുണ്ട്. ആര് എക്സേർട്ട് ചെയ്യുന്നുണ്ട്? എർത്ത് എക്സേർട്ട് ചെയ്യുന്നുണ്ട്. അതിനൊരു ഡയറക്ഷനും ഉണ്ട്. അപ്പോൾ ഇതെന്താണ്? നിങ്ങൾ പിന്നെ എന്താണ്, ഭൂമിയുടെ മുകളിൽ ഇവിടെ ഒരു ഒബ്ജക്റ്റ് വെച്ചാൽ ആ ഒബ്ജക്റ്റിന് ആ പോയിന്റിൽ എർത്ത് ഒരു പുള്ളിങ് ഫോഴ്സ് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ആ ഒബ്ജക്റ്റ് അവിടെ വച്ചാലും ശരി വച്ചില്ലെങ്കിലും ശരി, ദാറ്റ് വാല്യൂ ഇസ് ദെയർ. നിങ്ങൾ അവിടെ വച്ചിട്ട് കൈ വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്രയാണോ ആ ഭാഗത്തുള്ള ഗ്രാവിറ്റേഷണൽ ഫീൽഡിന്റെ വാല്യൂ അതനുസരിച്ചിട്ട് ഉള്ള ഫോഴ്സിൽ അത് താഴേക്ക് വീഴും. ശരിയല്ലേ? ഇതുപോലെ തന്നെയാണ് സ്പ്രിങ്ങിന്റെ കേസും. അപ്പം നിങ്ങൾ ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുത്ത്, അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ പറയുന്നത് നിങ്ങൾ എക്സ്റ്റേണൽ വർക്ക് ചെയ്തുകൊണ്ട് ഒരു ബോഡിയെ ഒരു ഫീൽഡ് പൊസിഷനിൽ കൊണ്ടുവച്ചു. വെൻ യു റിമൂവ് ദ എക്സ്റ്റേണൽ ഫോഴ്സ്, നമ്മുടെ കേസിൽ പറഞ്ഞാൽ കൈയെടുക്കുമ്പോൾ എന്ത് ചെയ്യുന്നു? യു ആർ റിമൂവിങ് ദ എക്സ്റ്റേണൽ ഫോഴ്സ്. ആ സമയത്ത് അത്രയും നേരം അതിനകത്ത് സ്റ്റോർഡ് ആയിരുന്ന വർക്ക്, നിങ്ങൾ ചെയ്ത വർക്കാണ്. ഇപ്പോൾ സ്പ്രിങ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബലം കൊടുത്തിട്ടാണ് ആ വർക്ക് ചെയ്തുകൊണ്ടാണ് ആ സ്പ്രിങ്ങിനെ അതിൻ്റെ സ്ട്രെസ്ഡ് പൊസിഷനിൽ നിർത്തിയിരിക്കുന്നത്. നിങ്ങൾ എക്സ്റ്റേണൽ ഫോഴ്സ് മാറ്റുക എന്ന് വെച്ചാൽ നിങ്ങൾ കൈയെടുക്കുന്ന സമയത്ത് വെൻ യു റിലീസ് ഇറ്റ്, ആ സമയത്ത് അതിനകത്തുള്ള സ്റ്റോർഡ് പൊട്ടൻഷ്യൽ, കാരണം അത് റീകോയിൽ ചെയ്യും. ആ സ്റ്റോർഡ് പൊട്ടൻഷ്യൽ ഒരു കൈനറ്റിക് എനർജി ആയിട്ട് കൺവേർട്ട് ആവുകയാണ്. എത്രത്തോളം സ്റ്റോർഡ് പൊട്ടൻഷ്യൽ അതിനകത്തുണ്ടായിരുന്നു അത്രത്തോളം കൈനറ്റിക് എനർജി അത് റിലീസ് ചെയ്യും. അതാണ് കൺസർവേഷൻ ഓഫ് എനർജി എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഫീൽഡുകളെ നമ്മൾ പറയുന്നതാണ് കൺസർവേറ്റീവ് ഫീൽഡാണ്. കൺസർവേറ്റീവ് ഫീൽഡ്. അപ്പൊ നമ്മൾ പറഞ്ഞ ഇലക്ട്രിക് ഫീൽഡ്, ഈ ഫീൽഡ് ഈസ് ഓൾസോ എ കൺസർവേറ്റീവ് ഫീൽഡ്. നിങ്ങൾ ഒരു പോസിറ്റീവ് സോഴ്സ് ചാർജ് ഇവിടെ വെച്ചിട്ട്, പോസിറ്റീവ് സോഴ്സ് ചാർജ് ഇവിടെ വെച്ചാൽ ആ സോഴ്സ് ചാർജ് കാരണം എല്ലാ ഭാഗത്തേക്കും അത് ഫീൽഡ് എക്സേർട്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു, എല്ലാ ഭാഗത്തേക്കും അത് ഫീൽഡ് എക്സേർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം ആ സമയത്ത് ഇവിടെ ഉണ്ടാവുമല്ലോ, ഫീൽഡ് ഉണ്ടാവുമല്ലോ. അങ്ങനെ ഇരിക്കെ നിങ്ങളൊരു പോസിറ്റീവ് ടെസ്റ്റ് ചാർജ് എടുത്ത് ഇവിടെ വെച്ചിട്ട് when you try to bring this test charge nearer to your source charge, ഒരു സോഴ്സ് ചാർജിന് അടുത്തേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചാൽ you will have to do work. കാരണം എന്താണ്? ഇവർ തമ്മിൽ റിപ്പൾസീവ് ഫോഴ്സ് ഉണ്ട്. ഇവനും പ്ലസ് ആണ്, പോസിറ്റീവ് ചാർജ് ആണ്, ക്യൂവും പോസിറ്റീവ് ചാർജ് ആണ്, പ്ലസ് ക്യൂ ആണ്. ദ ബോത്ത് ആർ റിപ്പൾസിങ്. ആ റിപ്പൾസീവ് ഫോഴ്സിനെ മീതി, ആ റിപ്പൾസീവ് ഫോഴ്സിനെ മറികടന്നുകൊണ്ട്, ആ റിപ്പൾസീവ് പവറിനെ ഓവർ പവർ ചെയ്തുകൊണ്ട്
you will have to do work to bring this test charge nearer to this source charge. അപ്പം ഇതൊരു കൺസർവേറ്റീവ് ഫീൽഡ് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യുന്ന ആ വർക്ക് വിൽ ഗെറ്റ് സ്റ്റോർഡ് ഇൻ ദ സിസ്റ്റം. നിങ്ങളുടെ കയ്യിലുള്ള ഒരു യൂണിറ്റ് ടെസ്റ്റ് ചാർജിന് ഇപ്പോൾ ഇതൊരു പോയിന്റ് എ ആണെന്നിരിക്കട്ടെ. ഈ ടെസ്റ്റ് ചാർജ് പോയിന്റ് നമ്മളിവിടെ എഴുതിയിരിക്കുന്നത് ആർ എന്നും പി എന്നും എഴുതിയിരിക്കുന്നത്. ഇപ്പം ഈ പോയിന്റിൽ ആറാന്ന് വെച്ചു, ഈ പോയിന്റ് പി ആണെന്നിരിക്കട്ടെ. രണ്ട് പോയിന്റ് ഞാൻ എടുത്തു. യു ഹാവ് 2 points ആർ, the other one is p. നിങ്ങളുടെ കയ്യിൽ ഒരു ടെസ്റ്റ് ചാർജ് ഉണ്ട് സ്മോൾ ക്യൂ. ഇനി ഈ സ്മോൾ ക്യൂവിനെ പുള്ളി ചെയ്ത് പിയിലേക്ക് കൊണ്ടുവരാനായിട്ട് യു വിൽ ഹാവ് ടു ഡു സം വർക്ക്. അങ്ങനെ ഒരു യൂണിറ്റ് ടെസ്റ്റ് പോസിറ്റീവ് ചാർജിനെ പിന്നെ നിങ്ങൾ കൊണ്ടുവരാനായിട്ട് എത്ര വർക്ക് ചെയ്യേണ്ടി വരുമോ അതാണ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഈ പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു പൊട്ടൻഷ്യൽ ഉണ്ടാവും, ഈ പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു പൊട്ടൻഷ്യൽ ഉണ്ടാവും. പൊട്ടൻഷ്യൽ അറ്റ് പി, ഈ പോയിന്റിൽ പൊട്ടൻഷ്യൽ അറ്റ് ആർ. ടെസ്റ്റ് ചാർജിനെ ആറിൽ നിന്നും പിയിലേക്ക് എത്താനായിട്ട് നിങ്ങൾ എത്ര വർക്ക് ചെയ്യണമോ ആ വർക്കാണ്, ആ വർക്കിൻ്റെ ഡിഫറൻസ് ആണ്, അല്ലെങ്കിൽ അത്രയും വർക്കാണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദീസ് 2 points എന്ന് വേണമെങ്കിൽ പറയാം. ഇനി എന്താണ് പൊട്ടൻഷ്യൽ അറ്റ് ആർ? എന്താണ് പൊട്ടൻഷ്യൽ അറ്റ് ആർ? നിങ്ങളിവിടെ പോസിറ്റീവ് ടെസ്റ്റ് ചാർജ് വെച്ചിട്ടുണ്ട്. അനന്തതയിൽ ഇൻഫിനിറ്റിയിൽ നിങ്ങളൊരു ചാർജ് ഇരിക്കുന്ന സമയത്ത് അതിന് ആരുടെയും ഇൻഫ്ലുവൻസ് ഇല്ല. ഇപ്പം നിങ്ങൾ പോസിറ്റീവ് ചാർജിനടുത്ത് സോഴ്സ് ചാർജിനടുത്ത് കൊണ്ടുവന്നപ്പോഴാണല്ലോ ഈ സ്മോൾ ക്യൂവിന് ഇത്രയും ഫോഴ്സ് ഫീൽ ചെയ്യുന്നത്. ഈ സ്മോൾ ക്യൂവിനെ നിങ്ങൾ പിടിച്ച് വളരെ ദൂരെ അനന്തതയിൽ കൊണ്ടുവയ്ക്കുകയാണ്. അവിടെ വേറെ ഒരു ചാർജും ഇല്ല, ഒരു സോഴ്സ് ചാർജും ഇല്ല. അവിടെ അവൻ കംഫർട്ടബിൾ ആയിട്ടിരിക്കുമായിരുന്നു. ആ പോയിന്റിൽ അവിടെ എന്തില്ല, ഫീൽഡ് പോലും ഇല്ലെന്ന് വേണമെങ്കിൽ പറയാം. വേറെ ഒരു ചാർജിന്റെ ഇൻഫ്ലുവൻസ് ഇല്ല, അവിടെ ഫീൽഡ് 0 ആണെന്ന് അസ്യൂം ചെയ്യുന്നു. ആ പോയിന്റിൽ അനന്തതയിൽ നിന്ന് നിങ്ങൾ പിടിച്ചുകൊണ്ട് ആർ എന്നുള്ള പോയിന്റിലേക്ക് കൊണ്ടുവയ്ക്കാനായിട്ട് നിങ്ങൾ എത്ര വർക്ക് ചെയ്യണമോ അതാണ് പൊട്ടൻഷ്യൽ അറ്റ് ആർ. ഇനി പൊട്ടൻഷ്യൽ അറ്റ് പി എന്തായിരിക്കും? ഇൻഫിനിറ്റിയിലെ ഒരു പോയിന്റിൽ നിന്നും പിടിച്ചുകൊണ്ട് പിയിൽ വെക്കാനുള്ള വർക്കാണ് പൊട്ടൻഷ്യൽ അറ്റ് പി. അത് ഏതുപോലെ ഞാൻ പറഞ്ഞുതരാം കുട്ടികളെ, നിങ്ങൾക്ക് അങ്ങനെ കൺഫ്യൂഷൻ ആവണ്ട. ഇപ്പൊ ഗ്രൗണ്ടിൽ തറയിൽ, വെറും തറയിൽ ഒരു പന്ത് കിടക്കുന്നല്ലോ, ഇതാണ് പന്ത്. ഓക്കെ, ഈ ഗ്രൗണ്ടിൽ അത് വളരെ കംഫർട്ടബിൾ ആയിട്ട് കിടക്കുകയാണ്. അതുകൊണ്ട് തന്നെ എന്താണ്, അതിന്റെ പൊട്ടൻഷ്യൽ എനർജി 0 ആണ്. എക്സാമ്പിൾ ആണേ. ഇനി നിങ്ങൾ ഒരു ടേബിള് H1 ഹൈറ്റ് ഉള്ള ഒരു ടേബിള് നിങ്ങൾ എടുത്തു. ഈ കല്ലെടുത്ത് ഇവിടെ വെച്ചു, ഒബ്ജക്റ്റ് എടുത്ത് ഇവിടെ വെച്ചു. അപ്പൊ അതിന്റെ പൊട്ടൻഷ്യൽ എനർജി എത്രയാണ്? അതിന്റെ പൊട്ടൻഷ്യൽ എത്രയാണ്? mgh1 ആണല്ലോ, ശരിയല്ലേ? ഇനി നിങ്ങൾ അതേ കല്ലിനെ എടുത്ത് അതിനുശേഷം H1 വെച്ചതിന് ശേഷം അതേ കല്ലിനെ എടുത്ത് H2 വെച്ചു എന്നിരിക്കട്ടെ. H2 വെച്ചു. ഇപ്പൊ അതിന്റെ എന്താണ്, ഇപ്പൊ അതിന്റെ പൊട്ടൻഷ്യൽ എത്രയാണ്? mgh2. ഓക്കെ, ഈ തമ്മിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്ര? പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് mgh2 മൈനസ് mgh1. അതാണല്ലോ പൊട്ടൻഷ്യൽ ഡിഫറൻസ്. അതായത് പിന്നെ പൊട്ടൻഷ്യൽ അറ്റ് 2 മൈനസ് പൊട്ടൻഷ്യൽ അറ്റ് 1. പൊട്ടൻഷ്യൽ എനർജി അറ്റ് 0.2 മൈനസ് പൊട്ടൻഷ്യൽ എനർജി അറ്റ് 0.1 ആണ് ഇതിന്റെ ഡിഫറൻസ് എന്ന് പറയുന്നത്. സെയിം സിറ്റുവേഷൻ ആണ്. ഇവിടെ ഇപ്പൊ തറയിൽ ഇരിക്കുന്നതിന് പകരം ഞാൻ ഇൻഫിനിറ്റിയിൽ വെച്ചു എന്ന് പറയുന്നത്. അപ്പൊ ഇൻഫിനിറ്റിയിൽ നിന്നും ക്യൂവിലേക്ക് ആറിലേക്ക് കൊണ്ടുവരാനുള്ള പൊട്ടൻഷ്യൽ അറ്റ് ആറും ഇൻഫിനിറ്റിയിൽ നിന്നും പോയിന്റ് പിയിലേക്ക് കൊണ്ടുവരാനുള്ള പൊട്ടൻഷ്യൽ പിയും ആണെങ്കിൽ അതിന്റെ രണ്ടിന്റെ ഡിഫറൻസ് ആയിരിക്കും എന്ത്, ഇത് തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് പിന്നെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്നുള്ള കോൺസെപ്റ്റ്. അപ്പൊ നമ്മൾ ഇതിനെ ഏതിലാ പറയുന്നത്? ആ പോയിന്റിൽ എത്ര വോൾട്ടേജ് എന്ന് പറയും, വോൾട്ട്. പൊട്ടൻഷ്യൽ അറ്റ് പി അത് എത്ര വോൾട്ട് എന്ന് പറയും, വോൾട്ട്. പൊട്ടൻഷ്യൽ അറ്റ് ആറിന്റെ പൊട്ടൻഷ്യൽ ഇൻ വോൾട്ട്സ് നമ്മൾ പറയും. ഓക്കെ, അതുകൊണ്ട് തന്നെ പൊട്ടൻഷ്യൽ ഡിഫറൻസും യൂണിറ്റ് എന്തായിരിക്കും? വോൾട്ട് യൂണിറ്റ് മൈനസ് വോൾട്ട് യൂണിറ്റ്. വോൾട്ടും ക്യാൻസൽ ആകൂല,
you will be getting again volt. Okay, ഐഡിയ പിടി കിട്ടിയല്ലോ അല്ലേ? ഐഡിയ പിടി കിട്ടിയല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? നമ്മൾ പറഞ്ഞത് പിന്നെ ഇൻഫിനിറ്റി ഒരു പോയിന്റിലെ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ ഇൻഫിനിറ്റിയിൽ നിന്ന് ഒരു പർട്ടിക്കുലർ പോയിന്റിൽ പിന്നെ ഒരു യൂണിറ്റ് ടെസ്റ്റ് ചാർജ് കൊണ്ടുവരിക്കാനുള്ള എനർജിയാണ് വി എന്ന് പറയുന്നത്. യൂണിറ്റ് ടെസ്റ്റ് ചാർജ് അല്ലെങ്കിൽ യൂണിറ്റ് ചാർജ് കൊണ്ടുവയ്ക്കാനുള്ള വർക്ക് ഡൺ ആണ് വി എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ക്യൂ ചാർജ് കൊണ്ടുവയ്ക്കാനുള്ള വർക്ക് ഡൺ എത്രയായിരിക്കും? ഒരു ചാർജിന് ഒരു ടെസ്റ്റ് ചാർജിന് ഒരു 1 യൂണിറ്റ് ചാർജിന് വി ആണ് നിങ്ങളുടെ വർക്ക് ഡൺ എങ്കിൽ ക്യൂ ചാർജ് കൊണ്ടുവയ്ക്കാനുള്ളത് എത്രയായിരിക്കും? W = QV ആയിരിക്കും. അപ്പം ഇതിൽ നിന്ന് നിങ്ങൾ എന്ത് മനസ്സിലാക്കണം? അടുത്ത് പിന്നെ നമ്മൾ ഡയമെൻഷനിലോട്ടും യൂണിറ്റ്സിലോട്ടും പോവാണ്. ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ളത് വർക്ക് ഡൺ ആണ്. വർക്ക് ഡൺ എന്ന് പറയുന്നത് ഇൻ ജൂൾസ് ആണ്. വർക്ക് ഡൺ ഇൻ ജൂൾസ്. ഓക്കെ, ഇതിൻ്റെ കൂളംബ് അല്ലേ? അങ്ങനെയാണെങ്കിൽ വിയുടെ എന്തായിരിക്കും? പൊട്ടൻഷ്യൽ അല്ലേ? പൊട്ടൻഷ്യൽ ഡിഫറൻസ്, അതിൻ്റെ യൂണിറ്റ് എന്തായിരിക്കും? വോൾട്ട് എന്ന് ഞാൻ പറഞ്ഞു. വോൾട്ട് എന്നുള്ളത് ഒരു യൂണിറ്റ് ആണ്. അതായത് ദാറ്റ്സ് 1 യൂണിറ്റ്. അതല്ലാതെ വേറെ യൂണിറ്റ് ഉണ്ട്. എന്തായിരിക്കും അത്? പറഞ്ഞു. ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ജൂൾസ് ഉണ്ട്. കൂളംബും വോൾട്ടിന്റെ യൂണിറ്റും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ജൂൾസ് കിട്ടണം. കൂളംബ് എന്താണ്? ചാർജിന്റെ യൂണിറ്റ് ആണ്. വോൾട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ പൊട്ടൻഷ്യലിന് ഒരു യൂണിറ്റ് ഉണ്ടാവും. ആ പൊട്ടൻഷ്യലിന്റെ യൂണിറ്റും കൂളംബും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ജൂൾസ് കിട്ടണം. ഏതായിരിക്കും? ജൂൾസ് പെർ കൂളംബാണ്. പലർക്കും കിട്ടിയിട്ടുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ മൈക്ക് ഓൺ ചെയ്ത് പറയാനുള്ള മടിയുണ്ട്. പക്ഷെ അങ്ങനെ നിങ്ങളെ മടി കാണിക്കരുത് അങ്ങനെ. കാരണം ക്ലാസ് ഇൻട്രാക്റ്റീവ് ആവണം. ഇത് പ്രോബ്ലംസ് ചെയ്തു തുടങ്ങുന്ന സമയത്ത് നമുക്ക് കുറച്ചുകൂടി ഇൻട്രാക്റ്റീവ് ആക്കാം. ഇനി നിങ്ങളോട് ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. വാട്ട് is the between field and what is the relation between field and potential? അത് നിങ്ങളൊന്ന് നോക്കണം. നമ്മൾ എന്തൊക്കെയാ പറഞ്ഞത്? കൂളംബിനെ കുറിച്ച് പറഞ്ഞു. കൂളംബ് എന്താണ്? ചാർജ് ആണ്. ചാർജ് ഒരു ഫണ്ടമെന്റൽ യൂണിറ്റ് ആണ്. മെറ്റീരിയലിന്റെ മാറ്ററിന്റെ പ്രോപ്പർട്ടി ആണ്. അതിന്റെ ഡിസ്ക്രീറ്റ് വാല്യൂ ആണ്. 1.6 × 10⁻⁻19 കൂളംബ് ആണ് ഒരു ഇലക്ട്രോണിന്റെ ചാർജ്, വിച്ച് ഇസ് ഡിനോട്ടഡ് ബൈ സ്മോൾ ഇ. അങ്ങനെ സ്മോൾ ഇയുടെ ഇന്റഗ്രൽ മൾട്ടിപ്പിൾസ് ആയിട്ട് മാത്രമേ ചാർജ് എക്സിസ്റ്റ് ചെയ്യുള്ളൂ എന്ന് നമ്മൾ പറഞ്ഞു. അതിൽ നിന്ന് നമ്മൾ കൂളംസ് ലോ പറഞ്ഞു. രണ്ട് ചാർജുകളെ ലൈക്ക് ചാർജസ് റിപ്പൽ ചെയ്യുന്നു, അൺലൈക്ക് ചാർജസ് അട്രാക്ട് ചെയ്യുന്നു. രണ്ട് ചാർജുകൾ സെപ്പറേറ്റഡ് ബൈ ഡിസ്റ്റൻസ് r വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ there will be force of attraction or repulsion given by the Coulomb's law. ഈ കൂളംസ് ലോ കാരണം ഒരു പർട്ടിക്കുലർ പോസിറ്റീവ് ചാർജ് അല്ലെങ്കിൽ ഒരു സോഴ്സ് ചാർജ് ഒരു സ്ഥലത്ത് കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ സോഴ്സ് ചാർജിന്റെ ഇൻഫ്ലുവൻസ് അതിന്റെ ചുറ്റും ഉണ്ടാകും. ആ ഇൻഫ്ലുവൻസിനെയാണ് നമ്മൾ ഫീൽഡ് എന്ന് പറയുന്നത്. ആ ഇൻഫ്ലുവൻസ് ഈസ് നത്തിങ് ബട്ട് ദ ഫോഴ്സ്. It is the force experienced by field. എവിടെ പോയി? E എന്ന് പറയുന്നത് എന്താണ്? It is just field. അതിനെ ഫോഴ്സ് ഫീൽഡ് നമുക്ക് പറയാം. ഫോഴ്സിന്റെ ഫീൽഡ് ആണ് E എന്ന് പറയുന്നത്. അത് വെക്ടർ ആണ്, വെക്ടർ ഫീൽഡ് ആണ്. അത് കൺസർവേറ്റീവ് ഫീൽഡ് ആണ്. ഓക്കെ, ഇത്രയും നമ്മൾ പറഞ്ഞു. ഫോഴ്സ് ഫീൽഡ് ആയതുകൊണ്ട് തന്നെ അതിനകത്തുള്ള ഓരോ പോയിന്റിലും ഉള്ള വാല്യൂ ഫോഴ്സ് ആയിരിക്കും. ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഐഡന്റിഫൈഡ് ആസ് ന്യൂട്ടൺ പെർ കൂളംബ് അല്ലേ? ഓരോ പോയിന്റിലുള്ള ഫീൽഡ് വാല്യൂ എന്ന് പറയുന്നത് നത്തിങ് ബട്ട് ഇറ്റ്സ് എ ഫോഴ്സ്. ആ ഫോഴ്സ് പെർ ചാർജ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ അതിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? F is equal to QE എന്നുള്ള റിലേഷനും കൂടെ പറഞ്ഞു. അതായത് യൂണിറ്റ് ചാർജിന് ഫീൽ ചെയ്യുന്ന ഫോഴ്സ് E ആണെങ്കിൽ
Q ചാർജിന് ഫീൽ ചെയ്യുന്ന ഫോഴ്സ് QE ആയിരിക്കും എന്ന് പറഞ്ഞു. അതിന്റെ ഡയറക്ഷൻ ഒക്കെ പറഞ്ഞു. അതിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്തത്? പൊട്ടൻഷ്യലിലോട്ട് എത്തിയത്. പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ എന്താണ്? വർക്ക് ഡൺ ആണ്. വർക്ക് ഡൺ അല്ലെങ്കിൽ എനർജി സ്പെൻഡ്. ജൂൾസിലാണ് പറയുന്നത്. ഇൻഫിനിറ്റിയിൽ നിന്നും അല്ലെങ്കിൽ ഒരു ഗിവൺ രണ്ട് പോയിന്റ്സിന് ഇടയിലുള്ള പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്, പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ റിലേറ്റീവ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ഒരു പോയിന്റിൽ നിന്നും മറ്റൊരു പോയിന്റിലേക്ക്, പോയിന്റ് എയിൽ നിന്നും പോയിന്റ് ബിയിലേക്ക് ഒരു യൂണിറ്റ് ടെസ്റ്റ് ചാർജിനെ നിങ്ങൾക്ക് മൂവ് ചെയ്യാനായിട്ട് എത്ര ജൂൾസ് എനർജി സ്പെൻഡ് ചെയ്യണമോ അതാണ് ആ രണ്ട് പോയിന്റ്സിനിടയ്ക്കുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഇനി അവസാനമായിട്ട് ഒരു കാര്യം കൂടെ നോക്കുക. എന്താണ് അബ്സല്യൂട്ട് പൊട്ടൻഷ്യൽ? എന്താണ് അബ്സല്യൂട്ട് പൊട്ടൻഷ്യൽ? ഒരു പോയിന്റ് ഇൻഫിനിറ്റി, ഇതൊരു ഇൻഫിനിറ്റിയിലെ പോയിന്റ് ആണെങ്കിൽ, ഇൻഫിനിറ്റിയിലുള്ള ഒരു പോയിന്റിൽ നിന്നും ഒരു ഗിവൺ പോയിന്റിലേക്ക് ഒരു ചാർജിനെ മൂവ് ചെയ്യിക്കാനുള്ള, ഒരു ടെസ്റ്റ് ചാർജിനെ മൂവ് ചെയ്യിക്കാനുള്ള വർക്കാണ് ആ പോയിന്റിലെ അബ്സല്യൂട്ട് പൊട്ടൻഷ്യൽ. അതായത് ഏതുപോലെ നേരത്തെ പറഞ്ഞ ടേബിളിന്റെ എക്സാമ്പിൾ പോലെ, നിങ്ങൾക്ക് ഒന്നാമത്തെ ലൊക്കേഷൻ, ഇത് ഒന്നാമത്തെ ലൊക്കേഷനിലുള്ള അബ്സല്യൂട്ട് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രൗണ്ടിൽ നിന്നും ഒന്നാമത്തെ ലൊക്കേഷനിലേക്ക് എത്തിക്കാനുള്ളതാണ് ഒന്നാമത്തെ പോയിന്റിന്റെ അബ്സല്യൂട്ട് പൊട്ടൻഷ്യൽ. ഇനി രണ്ടാമത്തെ ലൊക്കേഷൻ ഉണ്ടെങ്കിൽ ഈ രണ്ടാമത്തെ ലൊക്കേഷന്റെ അബ്സല്യൂട്ട് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രൗണ്ടിൽ നിന്നും രണ്ടാമത്തെ പൊസിഷനിലേക്ക് എത്തിക്കാനുള്ള പൊട്ടൻഷ്യലാണ് അബ്സല്യൂട്ട് പൊട്ടൻഷ്യൽ. അപ്പം ഈ രണ്ട് കേസിൽ എന്താണ്? അബ്സല്യൂട്ട് പൊട്ടൻഷ്യൽ ഈസ് മെഷേർഡ് വിത്ത് റെസ്പെക്ട് ടു the initial point where the potential is assumed to be 0. Okay, ഗ്രൗണ്ടിന്റെ പൊട്ടൻഷ്യൽ 0 ആണെന്ന് അസ്യൂം ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ അസംഷൻ പറയുന്നത്. ഗ്രൗണ്ടിൽ നിന്നും ഇങ്ങോട്ട് നീക്കാനായിട്ട് എത്ര പൊട്ടൻഷ്യൽ വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ പൊട്ടൻഷ്യൽ മൈനസ് ഇവിടുത്തെ പൊട്ടൻഷ്യലാണ് ചെയ്യുന്നത്. അപ്പോൾ ഗ്രൗണ്ടിൽ പൊട്ടൻഷ്യൽ 0 ആയിട്ട് എടുത്തു കഴിഞ്ഞാലാണ് പൊസിഷൻ 1ന്റെ പൊട്ടൻഷ്യൽ നമുക്ക് കിട്ടുന്നത്. അതേപോലെ തന്നെ പോയിന്റ് എ ഉണ്ട്, പോയിന്റ് ബി ഉണ്ട്. VAB എത്രാന്ന് ചോദിച്ചാൽ ഇൻഫിനിറ്റിയിൽ നിന്നും എയിലോട്ട് കൊണ്ടുവയ്ക്കാനായിട്ട്, ഇൻഫിനിറ്റിയിൽ നിന്ന്, ഇതാണ് ഇൻഫിനിറ്റി, ഞാൻ ഒരു പർട്ടിക്കുലർ പോയിന്റ് വരയ്ക്കുന്നത്, ഇൻഫിനിറ്റിയിൽ നിന്നും എയിലോട്ട് കൊണ്ടെത്തിക്കാനുള്ള വർക്ക് ഡൺ, അതാണ് VA. ഇനി ഇൻഫിനിറ്റിയിൽ നിന്നും ബിയിലേക്ക് കൊണ്ടെത്തിക്കാനുള്ള ഒരു ചാർജിനെ കൊണ്ടെത്തിക്കാനുള്ള പൊട്ടൻഷ്യൽ വർക്ക് ഡൺ ആണ് VB. അങ്ങനെയാണെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്രയായിരിക്കും? PA മൈനസ് VB ആയിരിക്കും. അത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു കൺസർവേറ്റീവ് ഫീൽഡ് ആയതുകൊണ്ടാണ്. നിങ്ങൾ ഏത് പാത്ത് വഴി കൊണ്ടുവന്നാലും ശരി, ഫൈനൽ പൊസിഷൻ മാത്രമേ മെറ്റീരിയൽ ആയിട്ടുള്ളൂ. നമ്മൾ അങ്ങനെ തന്നെയല്ലേ ഒരു ഈ മേശയുടെ കേസിൽ തന്നെ എടുത്തു കഴിഞ്ഞാൽ, ആദ്യത്തെ എക്സാമ്പിൾ എടുത്താൽ, ഈ മേശയുടെ പുറത്ത് നിങ്ങൾക്ക് ഒബ്ജക്റ്റ് മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തറയിൽ നിന്ന് എടുത്ത് നിങ്ങൾ മുകളിലത്തെ നിലയിൽ കൊണ്ടുപോയി 2-ൽ കൊണ്ടുവച്ച്, പിന്നെ ഗ്രൗണ്ടിൽ കൊണ്ടുവച്ച്, പിന്നെ അതിന്റെ മുകളിൽ കൊണ്ടുവച്ച്, എവിടെയൊക്കെ കൊണ്ട് കറക്കിയാലും ഏറ്റവും അവസാനത്തെ പൊസിഷൻ എവിടെയാണോ അത് മാത്രമാണ് മാറ്റർ ആയിട്ടുള്ളത്. അതുപോലെ തന്നെ പൊട്ടൻഷ്യൽ എടുക്കുന്ന സമയത്ത് ഇൻഫിനിറ്റിയിൽ നിന്ന് ഏതൊക്കെ വഴി എടുത്താലും നിങ്ങൾക്ക് ഫൈനൽ പൊസിഷൻ എയിലേക്ക് എത്തുകയാണെങ്കിൽ ആ പൊട്ടൻഷ്യൽ കറക്റ്റ് ആയിരിക്കും, സെയിം ആയിരിക്കും. പിന്നെ നമ്മൾ നമ്മുടെ ഭൂമിയുടെ പുറത്തിരിക്കുകയാണല്ലോ. ഇപ്പൊ ഞാനിരിക്കുന്നു, നിങ്ങൾ കസേരയിലിരിക്കുന്നു അല്ലെങ്കിൽ തറയിലിരിക്കുന്നു. നിങ്ങളുടെ വെലോസിറ്റി എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 0 എന്ന് നമ്മൾ പറയും. അത് 0 എന്ന് പറയുമ്പോൾ നമ്മുടെ റെഫറൻസ് ഫ്രെയിം തറയാണ്, ശരിയല്ലേ? തറയുമായിട്ട് നോക്കുമ്പോൾ നമ്മൾ മൂവ് ചെയ്യുന്നില്ല. സത്യം പറഞ്ഞാൽ നമ്മൾ അബ്സല്യൂട്ട്ലി മൂവ് ചെയ്യുന്നുണ്ടോ? സത്യം പറഞ്ഞാൽ മൂവ് ചെയ്യുന്നുണ്ട്. കാരണം ഭൂമി 24 മണിക്കൂർ കൊണ്ട് അതിന്റെ സ്വന്തം ആക്സിസിൽ കറങ്ങി വരാനായിട്ട് നല്ല സ്പീഡിലാണ് പോകുന്നത്. കാരണം 6000 കിലോമീറ്റർ ആണ് ഇക്വേറ്ററിലുള്ള അതിന്റെ റേഡിയസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ 6000 ആണ് റേഡിയസ് എങ്കിൽ 2πr ആണ് അതിന്റെ സർക്കംഫറൻസ്. ഈ സർക്കംഫറൻസ് നമ്മൾ 24 മണിക്കൂർ കൊണ്ട് കവർ ചെയ്ത് വരുന്നുണ്ട്, മനസ്സിലായോ? അപ്പോൾ അത്രയും വലിയ ഹ്യൂജ് ഡിസ്റ്റൻസ് നമ്മൾ ഒരു രാത്രിയും പകലും കൊണ്ട് കവർ ചെയ്തെടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ യു ആർ നോട്ട് സ്റ്റേഷനറി, യു ആർ അബ്സല്യൂട്ട്ലി മൂവിങ്, കറങ്ങുന്നുണ്ട്. ഇനി നമ്മൾ ഭൂമിയുടെ ആക്സിസ് പിടിച്ച് നിർത്തിയില്ല, ഭൂമി കറങ്ങുന്നില്ല എന്നിരിക്കട്ടെ, എന്നാൽ പോലും ഭൂമി സൂര്യന്റെ ചുറ്റും കറങ്ങുന്നുണ്ട്. ഒരു വർഷം കൊണ്ട് അത് അതിന്റെ സ്വന്തം ഓർബിറ്റിൽ ഫുള്ള് കവർ ചെയ്ത് വരുന്നുണ്ട്. അപ്പൊ മൂവിങ് അല്ലേ? ഓക്കെ, മൂവ് ചെയ്യുന്നുണ്ട്. എന്നാൽ നമുക്ക് ഭൂമിയെ നിർത്താം. പക്ഷേ ഗാലക്സി ഇറ്റ്സെൽഫ് മൂവ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ
അബ്സല്യൂട്ട്ലി മൂവിങ് ആണോ അബ്സല്യൂട്ട്ലി മൂവിങ് അല്ലയോ എന്നുള്ളത് പലപ്പോഴും നമ്മളെ സംബന്ധിച്ച് ഇമ്മെറ്റീരിയൽ ആണ്. നമ്മളെ സംബന്ധിച്ച് നമ്മളിപ്പോൾ തറയിലിരിക്കുവാണ്. കാരണം വി ആർ ഓൺലി കൺസേൺഡ് വിത്ത് വാട്ട് വി ഫീൽ. നമുക്ക് എന്താണോ ഫീൽ ചെയ്യുന്നത് അത് മാത്രം നമ്മൾ മാറ്റർ ആയിട്ട് എടുക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു പർട്ടിക്കുലർ പൊസിഷന്റെ അബ്സല്യൂട്ട് പൊട്ടൻഷ്യൽ എത്രയെന്ന് ചോദിച്ചാൽ പലപ്പോഴും വി അസ്യൂം ഇറ്റ് ടു ബി സീറോ. അബ്സല്യൂട്ട് പൊട്ടൻഷ്യൽ സീറോ ആകണം എന്നൊരു സംഗതി ഇല്ല, നമുക്കത് പറയാൻ പറ്റില്ല ഒരിക്കലും. കാരണം പ്രപഞ്ചത്തിലെ ഒരു ചാർജിന്റെയും ഫോഴ്സ് ഇല്ലാത്ത ഒരു സിറ്റുവേഷൻ നമുക്ക് വരില്ല. എവിടെ പോയാലും ഏതിൻ്റെയൊക്കെ ഇൻഫ്ലുവൻസ് ഉണ്ടാവും. അതുകൊണ്ട് പലപ്പോഴും പിന്നെ നമ്മൾ വി വിൽ നോട്ട് ബി മച്ച് കൺസേൺഡ് അബൌട്ട് ദ മൈനർ ഇൻഫ്ലുവൻസസ്. നമ്മളൊരു പോയിന്റ് എടുത്ത് നമ്മൾ അത് അബ്സല്യൂട്ട് സീറോ ആയിട്ട് അങ്ങ് അസ്യൂം ചെയ്യും. ഞാൻ എന്തിനാ ഇത് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി നമ്മൾ ഇലക്ട്രിക് സർക്യൂട്ടിലോട്ട് പോകുമ്പോൾ ഇങ്ങനെ നെറ്റ്വർക്ക് വരച്ചാൽ, വാല്യൂസ് ഒന്നും ഞാൻ എഴുതുന്നില്ല, നെറ്റ്വർക്ക് ഉണ്ട് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു പോയിന്റ് കോമൺ പോയിന്റ് ആയിട്ട് അങ്ങ് എടുക്കും. നമുക്ക് കംഫർട്ടബിൾ എടുക്കാൻ പറ്റിയത് ഇങ്ങനെ ഒരു നോഡ് നമ്മൾ എന്താണ് റെഫറൻസ് ഫ്രെയിം ആയിട്ട് എടുക്കും. അങ്ങനെയാണ് റെഫറൻസ് പോയിന്റ് ആയിട്ട് എടുക്കും, അല്ലെങ്കിൽ കോമൺ പോയിന്റ് ആയിട്ട് എടുക്കും. എന്നിട്ട് നമ്മൾ എന്ത് അസ്യൂം ചെയ്യും? വി അസ്യൂം ദാറ്റ് ദ പൊട്ടൻഷ്യൽ അറ്റ് ദിസ് പോയിന്റ് ഇസ് സീറോ. ഓക്കെ, അപ്പൊ എന്ന് വെച്ചാൽ നിങ്ങൾ ഒരിക്കലും കരുതരുത് ഈ പോയിന്റിലേക്ക് പ്രപഞ്ചത്തിലെ വേറെ ഏതെങ്കിലും ഒരു പോയിന്റിൽ നിന്നും ഈ പോയിന്റിലേക്ക് ഒരു ഇലക്ട്രിക് ചാർജിനെ കൊണ്ടുവന്ന് വയ്ക്കുന്നതിന് സീറോ വർക്കാണ് ചെയ്യുന്നത്. നോ, അബ്സല്യൂട്ട്ലി നോ വർക്ക് ഈസ് റിക്വയർഡ് ടു മൂവ് some point charge from infinity to this particular point. അതിന് ഇൻഫിനിറ്റ് ചാർജ് മൂവ് ചെയ്യാനായിട്ട് സീറോ വർക്കാണ് വേണ്ടത് എന്നല്ല എൻ്റെ മീനിങ്. നമ്മൾ എടുക്കുന്നത് ഈ നെറ്റ്വർക്കിൽ അത് കോമൺ ആയിട്ട് അങ്ങ് അസ്യൂം ചെയ്യുന്നു, റെഫറൻസ് ആയിട്ട് അസ്യൂം ചെയ്യുന്നേ ഉള്ളൂ. അപ്പോൾ ഇനി അതല്ല അബ്സല്യൂട്ട് പൊട്ടൻഷ്യലൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ടാവുമായിരിക്കും, മേ ബി സയന്റിസ്റ്റുമാർ അതിനെക്കുറിച്ച് ചിന്തിക്കും. പക്ഷെ നമ്മൾ എഞ്ചിനീയേഴ്സ് ആർ സം ട്രിക്കി പീപ്പിൾ. നമ്മൾ എന്ത് ചെയ്യില്ല, ഇങ്ങനെയുള്ള കാര്യം ചിന്തിക്കില്ല. നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ എടുക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യില്ല, അബ്സല്യൂട്ട് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ആക്ച്വലി അബ്സല്യൂട്ട് ആണോ എന്നൊന്നും നമ്മൾ ചിന്തിക്കാൻ പോകുന്നില്ല, നമ്മൾ അസ്യൂം ചെയ്തങ്ങ് പോവുക ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കോൺസെപ്റ്റ്. പിന്നെ ഇത്രയും പറഞ്ഞ് ഞാൻ നിർത്തുന്നു. നിങ്ങൾക്ക് ഞാനൊരു ചോദ്യം മുകളിൽ തന്നിട്ടുണ്ട്. യു നീഡ് ടു ഫൈൻഡ് ദ റിലേഷൻ ബിറ്റ്വീൻ ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് പൊട്ടൻഷ്യൽ. ഞാനിന്ന് തിയറിയാണ് പറഞ്ഞത്. പ്രോബ്ലംസ് ചെയ്യാൻ പറ്റില്ല എന്ന് എനിക്കിന്ന് അറിയാമായിരുന്നു. പക്ഷേ നമ്മൾ പ്രോബ്ലംസ് ചെയ്യും. മേ ബി അടുത്ത ദിവസം ഇതുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലംസ് നമ്മൾ ചെയ്യും. സത്യത്തിൽ ഇന്നൊരു ലൈവ് സെഷൻ എടുക്കണമെന്ന് ഞാൻ ഉദ്ദേശിച്ചിരുന്നതല്ല. ഞാൻ റെക്കോർഡിങ് തൽക്കാലം ഓഫ് ചെയ്യാണ്.